ഞാൻ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റൊരു കാര്യം അറിയേണ്ടതുണ്ട്. ആ മഹാമായുടെ കാര്യം എന്നെ ഇത്രയും നാളും കാലഗർഭത്തിൽ തളച്ച് നരകിപ്പിക്കുകയായിരുന്നു. അവളെ ഞാൻ വെറുതെ വിടില്ല. ആദ്യം ആ മഹാമായിയെ സംഹരിച്ചിട്ട് വേണം നാഗറാണിയെ ഇല്ലാതാക്കുവാൻ. എങ്ങനെയായാലും ആ നാഗറാണിക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആദ്യം ആ മഹാമായിയെ ഇല്ലാതാക്കണം. എവിടെ അവൾ? എവിടെ? മഹാമായി ജീവനോടെയില്ല. തന്റെ എല്ലാ ശക്തികളും കൊച്ചുമോന് ദാനം ചെയ്തിട്ട് അവന്റെ കൈകൾ കൊണ്ട് തന്നെ അവൾ ഇല്ലാതായി. മഹാമായി അത്ര എളുപ്പത്തിൽ അവളുടെ ജീവൻ കളയുന്നതല്ലല്ലോ. അവളുടെ അവശേഷം എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും. മഹാമായി ശക്തിശാലിയാണ്, യുക്തിശാലിയാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഒരു സാധ്യതയുമില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കിയേക്കാം. ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്താ എനിക്കിങ്ങനെ സംഭവിക്കുന്നേ? വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു. ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറാൻ പോകുന്ന പോലൊരു തോന്നൽ. ഓരോ നിമിഷം കഴിയുന്തോറും എനിക്ക് ബുദ്ധിമുട്ട് കൂടുകയാണല്ലോ. ഞാൻ ഇച്ഛാധാരി നാഗമായി രൂപം മാറാൻ പോവുകയാണോ? എന്താ ഇപ്പൊ ചെയ്യാ? മഹാദേവ, അങ്ങ് തന്നെ എന്നെ രക്ഷിച്ചേ മതിയാകൂ. ഈ വീടുമായിട്ടുള്ള ബന്ധമേ എനിക്ക് മതിയായി. ഒരു സ്വാമിജി വന്നിട്ട് ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. വേറൊരു സ്വാമിജി കത്ത് കൊടുത്തു വിടും. എന്നിട്ട് ഒരു രഹസ്യം പറയാനുണ്ട്, ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറയും. ഇപ്പൊ മുഴുവൻ ഇതായല്ലോ. അത് മാത്രോ, വീടിന്റെ പുറത്തേക്ക് പോകാനും പാടില്ലത്രേ. ഈ കാര്യം എല്ലാരോടും പറയണമല്ലോ. ശിവാനി എവിടെയും കാണുന്നില്ലല്ലോ. ശിവാനി? ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ശിവാനി, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നേ. ശിവാനി, നീ എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ? മഹാദേവ, എന്താ ഇത്? ഞാനിപ്പോ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് സംശയം തോന്നും. എന്റെ യഥാർത്ഥ രൂപം അദ്ദേഹം മനസ്സിലാക്കും. ശിവാനി, നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നേ? ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. പറ, എന്താ കാര്യം? ഞാനത് പറയാം. നീ എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നെന്ന് പറയേ. അത് ഒന്നുമില്ല. ഞാൻ മുഖത്ത് കടലമാവ് ഇട്ടിരിക്ക. ഓ, കടലമാവായിരുന്നോ? നിങ്ങൾ പിന്നെ പെണ്ണുങ്ങള് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുമല്ലോ. എവിടെ കാണിച്ചേ? ഞാനൊന്നും കുഴപ്പമില്ല. വേണ്ട വേണ്ട. ഏയ്, സാരുള്ളന്നേ. എന്റെ ഭാര്യയും സൗന്ദര്യം കൂട്ടാനെന്നും പറഞ്ഞ് മുഖത്ത് എന്തൊക്കെയോ പുരട്ടിക്കൊണ്ടിരിക്കും. ആ, അതുകൊട്ടെ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഫേസ് ടു ഫേസ് നിന്ന് പറയുന്നതല്ലേ അതിന്റെ ഒരു ശരി. ഞാൻ ദേ വരുന്നു.
അയ്യോ, എന്തിനാ മോളെ മുഖത്ത് കടലമാവ് തേച്ചു എന്ന് കള്ളം പറഞ്ഞത്? നിന്റെ മുഖത്തൊന്നും ഇല്ലല്ലോ. അത് ആ മുഖം ഞാൻ വാഷ് ചെയ്തായിരുന്നു, മറന്നുപോയതാ. പറഞ്ഞോളൂ, വന്ന കാര്യം. അതോ, നീ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. എന്താന്നറിയോ, വീട്ടിലേക്ക് ഗുരുജി വരാൻ പോകുന്നു. ഗുരുജിയോ? ആരാത്? നിനക്കത് അറിയില്ല. നമ്മുടെ വീടിനെ ഒരു ഗുരു ഉണ്ട്. വീട്ടിലേക്ക് പാമ്പ് വരുമല്ലോ, അപ്പോഴെല്ലാം അദ്ദേഹം വരാറുണ്ട്. പാമ്പ് വരുമ്പോഴോ? ഓ, ഈ വീട്ടിലേക്ക് പാമ്പ് വന്നിരുന്നോ? നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടില്ല. പിന്നെന്തിനാ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നേ? അതറിയില്ല. ആരാ അദ്ദേഹം? പേര് ത്രയംബകൻ എന്നാ. അല്ല ശിവാനി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, വീട്ടിൽ പാമ്പ് വന്നെന്ന് വിചാരിച്ചാണോ? അതിന് നീ വെറുതെ തല പോയിക്കണ്ട. ഗുരു അങ്ങനെ അതിനെ പിടിച്ചെടുക്കും. ശിവാനി, ടെൻഷൻ ആവുന്നുണ്ടോ? എനിക്കും ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷേ ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്ര തന്നെ. ആ ഗുരു ഈ വീട്ടിലേക്ക് എന്തിനു വരുന്നോ, ഏത് പാമ്പിനെ പിടിക്കോ, മൊത്തത്തിൽ ഇത് വീടാണോ കാടാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും നീ ഒന്നിനും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. സമാധാനായിട്ടിരിക്കും കേട്ടോ. ഇതെന്താ ഇത്? ത്രയംബകൻ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നോ? എന്തിനായിരിക്കും? അതുകൊണ്ടാണോ എനിക്കിങ്ങനെ അസ്വസ്ഥത ഉണ്ടായത്? അവൻ ഈ വീട്ടിലേക്ക് വന്ന എന്റെ യഥാർത്ഥ രൂപം എല്ലാവരും മനസ്സിലാക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയും. എന്റെ യഥാർത്ഥ രൂപം എല്ലാവരും കാണും. ആദിശേഷനെ പറ്റിയും അവരറിയും. അയ്യോ മഹാദേവ, ഈ സമയത്താണെങ്കിൽ ത്രിവിക്രമം ഇവിടെ ഇല്ലല്ലോ. ആദിശേഷനൊന്നും സംഭവിക്കരുത്. അവനെ പറ്റി ആരും ഒന്നും അറിയരുത്. ആദ്യം അവൻ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എവിടെയാ എന്റെ ആദിശേഷൻ? അവൻ എവിടെയാണുള്ളത്? മഹാമായി, നീ വലിയ ബുദ്ധിമതിയാണെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇത്രയും വേഗം ബലേബേഷ്, നീ മധുമതിയുടെ ഗർഭാശയത്തിലാണല്ലേ? അവിടെ നന്നായിട്ട് ജീവിക്കാമെന്ന് കരുതിയോ? അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എന്നെ നരകയാതന അനുഭവിപ്പിച്ചവളാണ് നീ. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? മധുമതിയെ തന്നെ ഇല്ലാതാക്കി നിന്റെ ഒരു അവശേഷവും ബാക്കി വെക്കാതെ നിന്നെ ഞാൻ സംഹരിച്ചിരിക്കും. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടായേ മതിയാകൂ. നിൽക്ക്. എന്റെ സമ്മതമില്ലാതെ നീ എങ്ങോട്ട് പോകാൻ പാടില്ല. ആരാണ് നീ? കാലഗർഭത്തിൽ ബന്ധനസ്ഥനായ നിന്നെ രക്ഷപ്പെടുത്തിയവൾ. ഓഹോ, അത് നീയാണോ? നിദ്രാവസ്ഥയിലായിരുന്ന എന്നെ ആരോ അടിച്ചെണീപ്പിച്ച പോലെ തോന്നി എനിക്ക്. അത് നിന്റെ ശക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആരാണ് നീ? നീ എന്നെ എന്തിനാണ് രക്ഷിച്ചത്? കാര്യമുണ്ട്, സമാധാനമായിട്ടിരിക്കെ. എന്നെ നീ സമാധാനം പഠിപ്പിക്കാറായിട്ടില്ല. എന്നെ പറ്റി മനസ്സിലാക്കാതെ എന്നോട് വാദിക്കരുത്. നീ ആരാണ്? നാഗലോകത്ത് നിന്ന് വന്നവൻ. നാഗലോകത്തുള്ളവളോ എന്ന് വെച്ചാൽ നീ ശിവാനിയാണല്ലേ? രൂപം മാറി വന്നിരിക്കുകയാണ്. നിന്നെ ഞാൻ ശിവാനിയല്ല. നിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വാ. നിന്നോട് യഥാർത്ഥ രൂപത്തിലേക്ക് വരാൻ. നിന്റെ സർപ്പരൂപം കാണിക്ക്. നീ ആരാണെന്ന് ഞാൻ അറിയട്ടെ. നീ അപ്പോ ശിവാനിയല്ല. സർപ്പത്തിന്റെ നിറം തന്നെ വേറെയാണ്.
ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? നീ ശിവാനി അല്ലെങ്കിൽ പോലും അവളെ സഹായിക്കുവാൻ വേണ്ടി വന്നതല്ലേ? ഞാൻ നാഗലോകത്തുള്ളവരെ ആരും വെറുതെ വിടില്ല. എന്റെ ശക്തിക്കെതിരെ പ്രവർത്തിക്കുന്നുവോ? നോക്കൂ, എടുത്ത് ചാടി തെറ്റ് ചെയ്യണ്ട. നിന്നെ ഞാൻ രക്ഷിച്ചത് എനിക്ക് സഹായം ചെയ്യാൻ വേണ്ടിയാണ്. എന്നെ സഹായിക്കുന്ന കാര്യം മറന്ന് എന്നോട് ദേഷ്യമെങ്ങാനും കാണിച്ചാൽ സംഭവിക്കാൻ പോകുന്നതേ വേറെയായിരിക്കും. നിനക്ക് എന്നിൽ നിന്നും ഏത് സഹായമാണ് വേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. അറിയുമെന്നോ? എന്താ അത്? നിനക്ക് നാഗമാണിക്യമല്ലേ വേണ്ടത്? അത് നീ എന്നിൽ നിന്നും തട്ടിയെടുക്കുവാൻ വേണ്ടിയല്ലേ എന്നെ രക്ഷിച്ചത്? നീ ആ ശിവാനിയുടെ സുഹൃത്താണ്. നിന്റെ ലക്ഷ്യവും എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ശിവാനിയുടെ സുഹൃത്തല്ല. എന്റെ വാക്കുകൾ കേൾക്ക്. അസാധ്യം. ഞാൻ ആരുടെയും വാക്കുകൾ കേൾക്കില്ല. എന്റെ ലക്ഷ്യവും എന്റെ മാർഗവും സ്പഷ്ടമാണ്. നീ കരുതുന്നത് പോലെ ഞാൻ ഏതോ ഭസ്മത്തിൽ നിന്നോ അതോ മറ്റേതോ ശക്തിയിൽ നിന്നോ ഉണ്ടായ രാക്ഷസനല്ല. 100,000 രാക്ഷസന്മാരെ ഉണ്ടാക്കുവാൻ ശക്തിയുള്ളവനാണ് ഞാൻ, ഈ ത്രയംബകൻ. എന്നെ പറ്റി ആദ്യം മനസ്സിലാക്ക്. എന്നെ വെറുതെ ശല്യപ്പെടുത്തണ്ട. നീ ഒരു കാരണവശാലും ഇവിടുന്ന് പോകാൻ പാടില്ല. ഇതെന്റെ ആജ്ഞയാണ്. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. വിട്ടില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? എന്റെ മാർഗം നീ തടസ്സപ്പെടുത്തണ്ട. എന്നെ ശരിയും തെറ്റുമൊന്നും നീ പഠിപ്പിക്കണ്ട. ഞാൻ നിന്നെ ഒരു രീതിയിലും സഹായിക്കുവാൻ പോകുന്നില്ല. നാഗമാണിക്യത്തിന്റെ രഹസ്യവും പറയില്ല. ത്രയംബക! ത്രയംബക! എന്നെ ഭൂമിയിൽ നിന്നും ദൂരെ മാറ്റിയിട്ട് നിനക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയല്ലേ? ഈ ത്രയംബകന്റെ മരണം അത്ര എളുപ്പമല്ല. ഞാൻ വീണ്ടും വന്നിരിക്കുന്നു നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ. മധുമതിയുടെ ഗർഭപാത്രത്തിൽ ഒളിച്ചിരിക്കുകയാണോ? വെറുതെ വിടില്ല ഞാൻ. മധുമതി, നീ ഇപ്പോൾ എന്റെ ആജ്ഞയിലാണുള്ളത്. ഞാൻ പറയുന്നതൊക്കെ നീ കേട്ടേ പറ്റൂ. വാ പുറത്തേക്ക്. മഹാമായി, നിന്റെ നാശം എന്റെ കൈകൊണ്ടായിരിക്കും. ത്രയംബക, തെറ്റ് ചെയ്യുകയാണ് നീ. ഗർഭപാത്രത്തിൽ വെച്ച് സംസാരിക്കുവാനുള്ള ശക്തിയോ നിനക്ക്? ബലേബേഷ് മഹാമായി, ബലേബേഷ്! എന്നെ എതിർക്കാൻ നിൽക്കണ്ട നീ. കാലഗർഭത്തിൽ നിന്നും രക്ഷപ്പെട്ട ഉടനെ നീ വിജയിച്ചു എന്ന് കരുതണ്ട. എന്റെ ശക്തികളെ കുറിച്ച് അറിവുണ്ടായിട്ടും എന്നെ നീ നശിപ്പിക്കാൻ നോക്കിയാൽ സംഭവിക്കാൻ പോകുന്നതേ വേറെ ആയിരിക്കും. മഹാമായി, നിന്നെ പോലുള്ള മഹാമാന്ത്രികരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നെ കാലഗർഭത്തിൽ അടച്ചു എന്നതുകൊണ്ട് നീ വിജയിച്ചു എന്ന് ഒരിക്കലും കരുതണ്ട. നിന്റെ ശക്തിയെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ എന്റെ ശക്തി എന്താണെന്ന് നിനക്കിതുവരെ മനസ്സിലായിട്ടില്ല. എടുത്തു ചാടണ്ട. അതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് തന്നെയായിരിക്കും. നിനക്കിന്നൊരു രൂപം പോലുമില്ല. നീ ഇന്നൊരു ഭ്രൂണാവസ്ഥയിലാണ്. ഭ്രൂണാവസ്ഥയിൽ തന്നെ എന്നെ എതിർക്കുവാൻ സ്വപ്നം കാണുന്നുവോ? ത്രയംബക, ശബ്ദമുണ്ടാക്കണ്ട. നീ ഇപ്പോൾ എന്റെ പിടിയിലാണ്. നിന്നെ ബന്ധിച്ച് അതിനുശേഷം ആ നാഗറാണിയെയും ആദിശേഷനെയും ഇല്ലാതാക്കും. ത്രയംബകൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഇനി അവന് എന്നെ പറ്റി എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടാവോ? വീട്ടുകാരോടെല്ലാം കള്ളം പറഞ്ഞ് ഇവിടേക്ക് വന്ന് വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നതായിരിക്കും അവന്റെ ലക്ഷ്യം. ഇതിനു മുൻപ് ഇതേ വീട്ടിൽ വെച്ച്
അവന്റെ കയ്യിൽ ഞാൻ ഒരിക്കൽ അകപ്പെട്ടതാ. അതിന്റെ ഫലമായി 14 വർഷത്തെ നരക ജീവിതമായിരുന്നു എനിക്ക്. ഇനി വീണ്ടും ഞാൻ അവന്റെ മുന്നിൽപ്പെട്ടാൽ അപകടം ഞാൻ തന്നെ വിളിച്ചു വരുത്തുന്നത് പോലെ ആവില്ലേ അത്? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും ഇനിയും സാധിച്ചെടുക്കാനായിട്ടില്ല. എന്റെ ആദിശേഷനെ എനിക്ക് കിട്ടിയില്ല. നാഗമാണിക്യം എവിടെയാണെന്നുള്ള സൂചന പോലും കിട്ടിയില്ല. ഇല്ല, അവന്റെ മുന്നിൽ ചെന്ന് പെടുന്നതിനേക്കാളും എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. അവൻ ഈ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപേ ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ. ആ, പോയേക്കാം. ഇല്ല, മനുഷ്യരൂപത്തിൽ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വീട്ടിലുള്ള ആരെങ്കിലും എന്നെ തടയും. എന്നെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാകും. എന്റെ യഥാർത്ഥ രൂപത്തിൽ പോകുന്നതാണ് നല്ലത്. കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. എനിക്കിവിടുന്ന് പുറത്തു കടക്കാനാവില്ല. എന്താ ചെയ്യാ? അവനാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരികയും ചെയ്യും. ഇല്ല, വേറൊരു വഴി കണ്ടെത്തിയേ പറ്റൂ. മഹാദേവ, എത്ര വലിയൊരു പ്രശ്നത്തിലാണ് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യാ? ആ ത്രയംബകനെങ്ങാൻ ഇവിടെ വെച്ച് എന്നെ കണ്ട എന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മോഹങ്ങളും എല്ലാം ഇല്ലാതായി പോവല്ലോ. എന്നെ അവൻ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല. ഞാൻ എന്താ ചെയ്യാ മഹാദേവ? എന്റെ മുമ്പിൽ ഒരു വഴിയും തെളിയുന്നില്ലല്ലോ. ഒരുത്തി എന്റെ കൈവശമായി. ഈ വീട്ടിലുള്ള നാഗറാണിയും ആദിശേഷനും എന്റെ കൈവശമായാൽ അതിലും വലുതായി മറ്റൊന്നും സംഭവിക്കാനില്ല. എന്താ ഇത്? എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്ക, ഒരുപാട് സങ്കടം തോന്നുന്നു. ത്രയംബകൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ അടുത്തെവിടെയോ എത്തിയെന്നാണ് തോന്നുന്നത്. എന്താ ചെയ്യാ? ഞാനിനി എന്താ ചെയ്യാ മഹാദേവ? ഇച്ഛാധാരി നാഗറാണി ഈ വീട്ടിൽ കയറിയിട്ട് വീട് മുഴുവൻ സർപ്പത്തിന്റെ ഗന്ധം വരുന്നുണ്ട്. ഗുരുവേ, നന്ദിച്ച, ദേ ഗുരു വന്നു. ഗുരുവേ, വരൂ ഗുരുക്കളെ. വന്നാലും. ചേച്ചി, ചേച്ചി, ഗുരു വന്നു. കയറി വരൂ. ദിഗ്വിജയൻ എവിടെ? കാണുന്നില്ലല്ലോ. അളിയൻ ഇവിടെ ഇല്ലല്ലോ. ഞാൻ വരുന്നതറിഞ്ഞിട്ടും വീട്ടിലേക്ക് വന്നില്ലേ? ഇല്ല ഗുരുക്കളെ, അദ്ദേഹം കാശിക്ക് പോയതാ. കുറെ ദിവസമായി. കാശിക്കോ? ദിഗ്വിജയൻ പോയ കാര്യം ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇവിടെ വേറെന്തൊക്കെയോ നടക്കുന്നുണ്ട്. നന്ദീശ, ദിഗ്വിജയൻ കാശിക്ക് പോയെന്ന് പറയുന്നത് സത്യമാണോ? അത് പറയേ. മുതലാളി അന്ന് തന്നെ പോയതാ ഗുരുക്കളെ. അവനെ അവസാനമായി കണ്ടതാരാണ്? നന്ദീശൻ തന്നെയാ കണ്ടത്. ദിഗ്വിജയൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോ നന്ദീശ, നന്ദീശ, എന്നിൽ നിന്നും എന്ത് രഹസ്യമാണ് നീ മറച്ചു വെക്കുന്നത്? അതെന്തായാലും പറയൂ. രഹസ്യോ? എന്ത് രഹസ്യമാണ് ഗുരുക്കളെ? അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തു പറ്റി ഗുരുക്കളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അദ്ദേഹത്തിന് എന്താ പറ്റിയേ? ഒന്നുമില്ല. ചില കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. നന്ദീശ, നിനക്കറിയുന്ന കാര്യങ്ങൾ ഇത്രയുള്ളോ? ഗുരുക്കളെ, എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. മുതലാളിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് മറച്ചു വെക്കാനാ? അദ്ദേഹം എന്റെ കാണപ്പെട്ട ദൈവമാണ്. എന്തോ എല്ലാം സംശയപൂർണമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിനുള്ള സമയം ഇതല്ല, പിന്നീട് ചോദിക്കുന്നതാണ് ശരി. ഗുരുവേ, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നിങ്ങൾ ആരും അറിയാത്ത വലിയൊരു പ്രശ്നം ഈ കുടുംബത്തെ പിന്തുടരുന്നുണ്ട്. ഈ കുടുംബത്തെ മുഴുവൻ ശിഥിലമാക്കാൻ കഴിവുള്ള ഒരു ശക്തി ഇവിടെ പ്രവേശിച്ചിട്ടുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ? എന്നെ ഇവിടെ കുടുക്കിയിട്ട് ഇവൻ എന്ത് ചെയ്യാൻ വേണ്ടി പോയതാ? എന്തെങ്കിലും ചെയ്തവനെ തടഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ അതൊരു വലിയ ആപത്തിലേക്ക് നയിക്കും. ഇവിടെ നിന്ന് എങ്ങനെയാണൊന്ന് രക്ഷപ്പെടുക? എന്റെ ശക്തി മതിയാവില്ല, വേറെ ഏതെങ്കിലും ശക്തി ഉപയോഗിച്ച് നോക്കാം. ഗുരുക്കളെ, എന്ത് പ്രശ്നം സംഭവിച്ചത് ഒന്ന് പറയ്. ഇതുവരെ ഒരുപാട് വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നവരാ ഞങ്ങള്. ഇനിയും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് എന്താ ചെയ്യാ ഗുരുക്കളെ? ഗുരുക്കളെ, എന്താ പകുതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞ്? എന്തോ പറയാൻ വന്നതല്ലേ? പറയൂ ഗുരുക്കളെ. വരേണ്ടവർ ഇനിയും വന്നിട്ടില്ല, അവരും കൂടി വരട്ടെ. ഇനിയും ആര് വരാനാ? നിങ്ങളുടെ കൊച്ചുമകൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നതാ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. തൃശൂൽ. ഗുരുക്കളെ, അവൻ ഇങ്ങ് വരും. കാര്യം എന്താന്ന് വെച്ചാ പറയ്. സമാധാനമായിട്ടിരിക്കൂ, അവനും കൂടി വരട്ടെ. അപ്പോ ത്രയംബകൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. താഴെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഞാനിപ്പോ ചെയ്യാ? അവന്റെ കൺമുന്നിലെങ്ങാൻ ഞാൻ പോയി ചെന്ന് പെട്ടാ അതോടെ എന്റെ കഥ തീരും. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് എനിക്ക് അതിനും പറ്റുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? മഹാദേവ അങ്ങ് തന്നെ എന്നെ കാത്തോളേ.